എറണാകുളം നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ ഒരു മൂന്നാമനുമുണ്ടെന്ന വാർത്ത വന്ന ദിനം കൂടിയാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതെല്ലാം മൂന്നാമന്റെ മാസ്റ്റർ ബ്രെയിനാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കോൺസ്റ്റബിൾ മോഹൻകുമാറിനോട് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശം നൽകിയത് ഇയാളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ നാളെ ജോലിക്ക് വരാൻ നിർദ്ദേശിച്ചതും ഈ മൂന്നാമൻ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ആദ്യം കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക്. എസ് ശ്യാംകുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്യാം, അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു വളരെ നിസ്സാരമായ ഒരു തർക്കത്തിന്റെ പേരിൽ നടത്തിയത്. ഇതിൽ പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇവർക്ക് കേസിൽ നിന്ന് എങ്ങനെ രക്ഷിക്കപ്പെടണം, കൃത്യത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് മൂന്നാമതൊരു CISF ഉദ്യോഗസ്ഥനാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾക്ക് ഇനി എന്താണ് തടസ്സം? ഗൂഢാലോചന കുറ്റത്തിൽ പരമാവധി തെളിവ് ശേഖരിച്ച് പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണോ പോലീസ് ഉള്ളത്? സുഹൈല, അതിക്രൂരമായ ഒരു കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം 2 പ്രതികളെയും പോലീസിന് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെയും പോലീസ് വളരെ വേഗത്തിൽ പിടികൂടിയിരുന്നു. കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ ഫോണിൽ തന്നെ ഇവരുമായി ഉണ്ടായിരുന്ന വാക്കുതർക്കവും മറ്റ് തെളിവുകളും റെക്കോർഡ് ചെയ്തു വെച്ചതും പോലീസ് ശേഖരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ നാട്ടുകാർ നൽകിയ ചില മൊഴികളാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നത്. കാരണം ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ അവിടെ ഒരു CISF ഇൻസ്പെക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴി പരിശോധിച്ചപ്പോഴാണ് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട വിനയ് കുമാർ എന്ന് പറയുന്ന CISFന്റെ ഒരു ജവാന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉപദേശം കൊടുത്തത് നാട്ടുകാർ പറഞ്ഞ അതേ ഉദ്യോഗസ്ഥനാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഒന്നും അറിയാത്തതുപോലെ ജോലിക്ക് കയറാനായിരുന്നു ഇയാൾക്ക് വിനയ് കുമാറിന് നൽകിയ ഉപദേശം. ഈ ഉപദേശപ്രകാരം വിനയ് കുമാർ ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇന്റർനാഷണൽ ടെർമിനലിൽ ജോലിക്ക് കയറുകയും ചെയ്തു. പോലീസ് സംഘം ഇന്റർനാഷണൽ ടെർമിനലിലെത്തിയാണ് ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഈ അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് അത് ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചനയുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർക്ക് പുറമെ മൂന്നാമന്റെ അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ പരമാവധി തെളിവുകൾ പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്. അതിനു പുറമെ CISF തന്നെ ഈ കേസിൽ റിമാൻഡിലായ 2 ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്നലെ CISFന്റെ DIG, AIG എന്നിവർ കൊച്ചിയിൽ എത്തുകയും ചെയ്തിരുന്നു. ശരി, ക്രൂരതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും കുറ്റകൃത്യം തന്നെയാണ്. അങ്ങനെ അതിക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ 2 CISF ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടാൻ സഹായിച്ച മൂന്നാമനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞാൽ പ്രതി ചേർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഐവിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം കൂടി വരുന്നു. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട റിമാൻഡിലുള്ള 2 CISF ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അവരുടെ പ്രതികരണത്തിലേക്ക്. നെടുമ്പാശ്ശേരിയിലെ ഐവിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് കുടുംബവും വീടും. അപ്പോൾ ഐവിന്റെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി കുടുംബം ഇപ്പോഴും അധികാരികളെ കാണുന്നുണ്ട്. ഈ ഐവിന്റെ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയുമായിട്ടൊക്കെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത്? ഒരമ്മയ്ക്കും ഈ ഗതി വരരുതെന്ന് തന്നെ പറയുള്ളൂ. ഇനിയുള്ള യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ആരെയും കൊല്ലാനായിട്ട് ആർക്കും അധികാരമില്ല. എൻ്റെ കൊച്ചിനെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു വരണത്. ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴാണ്. കാരണം ഇത്രയും ദിവസം എനിക്ക് എൻ്റെ കൊച്ചിനെ കൊന്നു എന്നുള്ളതല്ലാതെ ഇത്രയും ക്രൂരമായിട്ടാണ് കൊന്നേന്നുള്ളത് ഇപ്പോഴും. കാരണം എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കേട്ടു പോകുക. പക്ഷെ ഇത്രയും ക്രൂരമായിട്ടാണ് എൻ്റെ കൊച്ചുവിനെ കൊന്നതെന്നുള്ളത് എനിക്ക് ഇപ്പം ഞാൻ ഇത് ചെയ്യുമോ? കാരണം എനിക്ക് ഒരു പത്രവും വായിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം എനിക്ക് വായിച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എൻ്റെ കൊച്ചിനെ അത്രയും ക്രൂരായിട്ട് അവർ കൊന്നൂല്ലോ എന്നുള്ളത്. പക്ഷെ എൻ്റെ കൊച്ചു ഒത്തിരി പാവം, ഒരു പേടി തൊണ്ടനാണ് എൻ്റെ കൊച്ച്. ആരെങ്കിലും ഒന്ന് ഒച്ചയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവം മാറി നിൽക്കണ കൊച്ചാണ്. ആ കൊച്ചിനെയാണ് ഇതുകൊണ്ട് ഒരു ദുസ്വഭാവം എൻ്റെ കൊച്ചിൻ്റെ ഭാഗത്തു നിന്നില്ല. അതും എനിക്ക് പറയാവുന്ന ഒരു കാര്യം. അത്രയും നല്ലൊരു കൊച്ചിനെയാണ് ഇങ്ങനെ ഇവർ വകവരുത്തിയത്. കാരണം അവർക്ക് എന്തും ചെയ്യാമായിരുന്നു. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്. അവർക്ക് എന്തും ചെയ്യാമെന്ന് ഉള്ള അവകാശമല്ല. കാരണം ആരെയും കൊല്ലാൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കൊച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പേടിയാണ്. ഇനി എൻ്റെ ഒരു മോളും കൂടെ ഉണ്ട്. കാരണം എൻ്റെ പേരൻസ് ഉണ്ട്, പ്രായമായവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പേരൻസിൻ്റെ കൂടെ മക്കൾ നിൽക്കണം എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് പോകാവുന്നതാണ്. നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന നാട്ടിൽ ഇനിയും എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ മകളെ നിർത്താൻ വേണ്ടിയിട്ടും പേടിയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും. കാരണം തെറ്റ് ചെയ്യാത്ത എൻ്റെ കൊച്ചിനെ ഇത്രയും അവർ ശിക്ഷിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂരം തന്നെ. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും, അതിന് മേലധികാരികൾ അതിനായിട്ട് പരിശ്രമിക്കണമെന്ന അഭ്യർത്ഥന മാത്രം, ഒരു അമ്മയുടെ അഭ്യർത്ഥനയാണ്, ഒരു യാചനയാണ്. എല്ലാ ജനപ്രതിനിധികളും നാട്ടിലൊന്നാകെയുള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ വീട്ടിലേക്കും ഒക്കെ എത്തിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ ഫയൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അല്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ സെൻട്രൽ ഇതിൻ്റെ നമ്മുടെ മന്ത്രിമാരും അതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ. ഒരാളുടെയും പേരെടുത്ത് ഞാൻ പറയണില്ല, പക്ഷേ എല്ലാ മന്ത്രിമാരും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചേ പറ്റുള്ളൂ. അതും എൻ്റെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു യാചനയായിട്ടാണ്. ദേഹത്ത് യൂണിഫോം കയറിയാൽ പ്രത്യേക പ്രിവിലേജുകളൊന്നുമില്ല. ആരും നിയമത്തിന് അധീതരല്ല. വെറും 25 വയസ്സായിരുന്നു ഐവിന്റെ പ്രായം. വെറുതെ വിടാമായിരുന്നു. ആ യൂണിഫോമാണ് അവരുടെ ധാർഷ്ട്യത്തിന് കാരണമെങ്കിൽ അതിനെ അവർ ജീവിതത്തിൽ ഇടാൻ പാടില്ല. അതിന് തക്ക നടപടികൾ കേന്ദ്രം സ്വീകരിക്കണം.